പ്പെട്ടവരെ, സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാങ്കുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ അടുത്തൊരു ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവസാനം വരെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് കാണുക. ഇവിടെ നോക്കാം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ആണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ആരാ? RBI ആണ് എന്ത് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തത് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ നബാർഡ്. ആരാണ്? നബാർഡ്. കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇനി 2019 RBI മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം എവിടെയാണ്? RBI മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം കൊൽക്കത്തയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. അപ്പോൾ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, ദേശസാൽകൃത ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ ചേർന്നതാണ് എന്ത്? പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. ഇനി RBIയുടെ തലവനെയാണ് എന്തെന്ന് പറയുക? RBI ഗവർണർ എന്ന് പറയാം. RBI ആദ്യ ഗവർണർ ആരെ? അപ്പോൾ നോക്കണേ, തലവൻ RBI ഗവർണറാണ്. അപ്പോൾ ആദ്യ ഗവർണറാണ് ആര്? സർ ഓസ്ബോൺ സ്മിത്ത്. ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത്. ഇനി RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? CD ദേശ്മുഖ്. ആരാണ്? CD ദേശ്മുഖ്. അടുത്തത്, RBI ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി. മറുപടി ചോദിക്കാം, മൻമോഹൻ സിംഗ്. ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ്. അടുത്തത്, ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായത്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായത് ബനഗൽ രാമറാവു. ബനഗൽ രാമറാവു. അടുത്ത നോക്കാം. ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകം. അപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകം രാജു ആൻഡ് ദ 40 തീവ്സ് എന്ന് പറയുന്നത്. അടുത്തത്, കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളിലെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ തിരിച്ചറിയുന്നതിന് വേണ്ടി എന്നാണ് ഇവിടെ നോക്കുക. തിരിച്ചറിയുന്നതിന് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണിത് മണി എന്ന് പറയുന്നത്. എന്താണ് മണി എന്ന് പറയുന്നത്? അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നാണെന്ത് മണി. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ എന്നുള്ളതാണെന്ത് ഫോം. ബോർഡ് നോക്കുക, മണി എന്ന് പറയുന്നതാണ് അതിൻ്റെ പേര്. ഇനി ഡിജിറ്റൽ പണമിടപാട് സംബന്ധിച്ച് എല്ലാ സംശയങ്ങളും പരിഹരിക്കാനായി RBI പുറത്തിറക്കിയ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ഡിജി സാദി 14431. ഓക്കെ, റെഡിയാണല്ലോ. ഈ കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്കൊന്ന് വീണ്ടും കാണാം. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.